നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിനും നിയമസഭാ മോഹം കയറിയിട്ട് നാളുവറയായി. അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നുള്ള സൂചന ശശി തരൂർ നൽകിയതോടെ തരൂരിനെ വെട്ടാനായുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ രൂക്ഷമായി കഴിഞ്ഞു. ഒരു കാരണവശാലും തരൂരിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനാവില്ല എന്ന സന്ദേശമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കേരളത്തിലെ ഏറെക്കുറെ എല്ലാ നേതാക്കളും നൽകിയിരിക്കുന്നത്. തരൂരിന് നിയമസഭാ സീറ്റ് നൽകില്ല എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂരിന് നേമത്ത് നിന്നോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്നോ ഒക്കെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും തരൂരിന് നിയമസഭാ സീറ്റ് നൽകണ്ട എന്ന കാര്യം തിരുവനന്തപുരം DCCയും KPCCയും കേരളത്തിലെ എല്ലാ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും ആലോചിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഏതായാലും തരൂരിന് ഇപ്പോൾ നിയമസഭാ സീറ്റ് മത്സരിക്കാൻ കിട്ടാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് പ്രചരണത്തിന് വിളിച്ചില്ല ഇന്ന് പരാതിപ്പെടുകയുണ്ടായി. തരൂരിനെ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. തരൂർ നിലമ്പൂരിൽ വന്നാൽ അതൊരു പക്ഷേ CPM തങ്ങൾക്കെതിരെ ഉപയോഗിച്ചേക്കും. കാരണം ഇപ്പോൾ തരൂർ മോദിയുടെ വിശ്വസ്തനാണ്. മോദിക്ക് വേണ്ടി അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രചരണം നടത്തിയ ആളാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രചരണം നടത്താൻ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിനെ കൃത്യമായിട്ട് മോദി ഉപയോഗിച്ചുവെന്നും അത്തരം ചില നീക്കങ്ങൾ കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാക്കിയെന്നും അതുകൊണ്ട് തരൂരിനെ ഇനി നിലമ്പൂരിൽ കൊണ്ടുവന്ന് പ്രസംഗിച്ചാൽ അതും ഇടതുമുന്നണി CPM ഒരു ഉപകരണമാക്കി മാറ്റുമെന്നുള്ള ഭയം കൊണ്ടാണ് തരൂരിനെ നിലമ്പൂരിൽ വിളിക്കാതിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, തരൂരിന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഈ ആഗ്രഹം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അത് തള്ളുക അത്ര എളുപ്പമല്ല. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. അതിലെ സ്ഥിര അംഗമാണ് സാക്ഷാൽ ശശി തരൂർ. അപ്പോൾ ശശി തരൂർ ആഗ്രഹം പഠിപ്പിച്ചാൽ അത് അത്ര പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം KC വേണുഗോപാൽ മുതൽ VS ശിവകുമാർ വരെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ഒരു കാരണവശാലും തരൂരിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാടില്ല, അതിന് തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളത്. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഒരു ഭാഗത്തും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുഭാഗത്തുമായി ഒരു പോരാട്ടം ഉറപ്പായി കഴിഞ്ഞു. ഇതിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും എന്ത് നിലപാടെടുക്കുമെന്ന് നമ്മൾക്കറിയില്ല. രാഹുലിന് ശശി തരൂരിനെ അശേഷം താല്പര്യമില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഡൽഹിയിൽ നിന്നും ഈ ശല്യം പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിയമസഭയിൽ മത്സരിച്ചോളാൻ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വലിയ അടിയായി മാറും. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആർക്കും ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കേരളത്തിൽ മത്സരിപ്പിക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പലരുടെയും ചീട്ട് കീറുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. ശശി തരൂരിനെ ഒരു കാരണവശാലും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല. നിലമ്പൂരിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിച്ചില്ല എന്ന് അദ്ദേഹം പരാതി പറയുന്നതിൻ്റെ പ്രധാന കാരണവും തെരഞ്ഞെടുപ്പിലെ ഒരു കാര്യവും അദ്ദേഹത്തെ അറിയിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂട്ടാക്കിയില്ല. കാരണം തരൂരിന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട്. തരൂർ നിലമ്പൂരിൽ ചെന്ന് ഇറങ്ങിയാൽ എന്തൊക്കെ പറഞ്ഞാലും കുറേ യുവാക്കളും ചെറുപ്പക്കാരും എല്ലാം തരൂരിനെ കാണാനും ശ്രമിക്കാനും കൂടുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അങ്ങനെ തരൂർ വന്നാൽ ഇത് തരൂർ കയ്യിലെടുത്ത് കൊണ്ടുപോകും ഈ പ്രചരണം എന്നുള്ള ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തരൂരിനെ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് തന്നെ മാറ്റി നിർത്തിയതെന്ന് തരൂരിന് നന്നായി അറിയാം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ള യുദ്ധം തരൂർ ഒരു ഭാഗത്തും കോൺഗ്രസ് നേതൃത്വവും മറുഭാഗത്തുമായുള്ള യുദ്ധം 2026 വീണ്ടും ആരംഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.